ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്പൈസി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് ഒരുപാട് ടൈറ്റായി പോകരുത്, കാരണം നമുക്ക് പ്രസ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. ഇനി നമുക്ക് മാവൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ മോൾഡാണ്. അപ്പോൾ അതിൽ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. തീരെ ചെറിയ ഹോൾസുള്ള ഡിസ്ക് അല്ല, കുറച്ചുകൂടെ വലിയൊരു ഹോൾസുള്ള ഡിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ആ മോൾഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിനൊന്ന് റൗണ്ടിൽ ചുറ്റിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു 2 പ്രാവശ്യം റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരുപാട് ചുറ്റിച്ച് കൊടുക്കരുത്, അപ്പോൾ ഒരുപോലെ അത് വെന്ത് വരത്തില്ല. 1-2 മിനിറ്റ് അതിൻ്റെ ആ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. എന്നിട്ട് അതിനെ ഒരു കിച്ചൺ ടവലിലേക്കൊന്ന് എണ്ണ കളയാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബൂന്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഹോൾസുള്ള തവി ഉപയോഗിച്ച് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്റർ വെച്ച് അതുപോലെ ബൂന്തി തയ്യാറാക്കി എടുക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിനെ അതുപോലെ തന്നെ കിച്ചൺ ടവലിലേക്ക് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ 1/2 കപ്പ് കപ്പലണ്ടിയും കൂടി വറുത്തെടുക്കണം. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. തോലുൾപ്പെടെ ചതച്ച വെളുത്തുള്ളി ആ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് ചേർക്കാനുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സേവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് പൊടിക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബൂന്തിയും നട്ട്സും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകാതെ കൈകൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എരിവൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.